സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് നമ്മൾ കാണാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെ വരുന്നുണ്ടാവുക. റീസെന്റ് ഇപ്പം ഒരു ഇൻസിഡന്റിൽ വരുന്നതാണ് എല്ലാ പ്രാവശ്യവും മെയ്ഡൊക്കെ ഉണ്ട്, പക്ഷെ മെയ്ഡ് ഇല്ല, ഒരാഴ്ചത്തേക്ക് ഇല്ല. അത് കാരണം തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ എനിക്കൊരു നടുവിനൊരു ഉളുക്കം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ റൂമിനകത്ത് അടിച്ചു വരാനായിട്ട് ഞാനൊന്ന് പോയി. അപ്പം അതിനൊരു നടുവിനൊരു പിടുത്തം കാര്യങ്ങളൊക്കെ വരാം. ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് പോയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഇമ്പാക്ട് നമുക്ക് വരും. ഇതില് ചൂലെടുക്കുന്നതും ചൂലിന്റെ സൈസും അല്ലെങ്കിൽ ചൂല് അടിച്ചു വാരുന്നത് റിപ്പീറ്റേറ്റീവ്ലി ഒരു സ്ട്രെയിൻ തന്നെയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ കണ്ടിന്യൂസ് ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു പിടുത്തം വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളത് യൂസ്ഡ് അല്ല. പണ്ട് പലരും പല രീതിയിലും അത് ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ച് പണ്ട് ചെയ്തായിരുന്നു. നമുക്ക് അന്നത്തെ ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അത് പ്രശ്നമില്ലേ? എന്തുകൊണ്ടാണ് അത് പ്രശ്നമായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ലൈഫ് സ്റ്റൈലല്ല നമ്മുടേത്. സെഡൻഡറി ആണ് മിക്ക സമയത്തും. എന്നാൽ ഒരു മെയ്ഡോ അല്ലെങ്കിൽ യൂഷ്വലി ചെയ്യുന്ന ആൾക്കാർ ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തോക്കണം തോന്നി കഴിഞ്ഞാൽ അതൊരു പിടുത്തമായിട്ട് വരുന്നത് നമ്മൾ ശീലിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നുള്ളത് റിസ്റ്റ് പെയിനും ബാക്ക് പെയിനും ഒക്കെ തന്നെയാണ് സ്ത്രീകളിൽ കണ്ടുവരാറുള്ളത്. ഇതില് അവർ ചെയ്യുന്ന പാറ്റേണും അതിന്റെ ടെക്നിക്കാണ് മെയിൻ ആയിട്ട് മാറ്റർ ചെയ്യുന്നത്. ഇനി സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കുക. ലൈക്ക് ആ ജോലി പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് നമ്മുടെ ആ IT സെഡൻഡറി ലൈഫിലോട്ട് പോകാനായിട്ടുള്ള തിടുക്കൂട്ടലുണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ ഒരു മാറ്റർ. അതൊന്നും ബ്രേക്ക് ചെയ്ത് നമ്മൾ യൂസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ ഒന്ന് കെയർഫുൾ ആവുന്നത് നന്നായിരിക്കും.